ജാതികൾ മുല്ലപ്പെരിയാർ നിറയുമ്പോൾ ഇല്ലാ മതങ്ങൾ ഇല്ലാ ജാതികൾ മുല്ലപ്പെരിയാർ നിറയുമ്പോൾ ഒന്നേ വികാരം കേരളമവിടെ ഒറ്റക്കെട്ടായി അണപണിയും ഒന്നേ വികാരം കേരളമവിടെ ഒറ്റക്കെട്ടായി അണപണിയും. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായ പല സ്ഥലങ്ങളിലും വരൾച്ച രൂക്ഷമായി. അങ്ങനെ ജലക്ഷാമം പരിഹരിക്കാൻ വേണ്ടി കേരളത്തിൽ ഒരു ഡാം നിർമ്മിച്ച് അതിലെ വെള്ളം കനാൽ വഴി മദ്രാസിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനം. കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ മുല്ലയാറും പെരിയാറും ഒന്നിക്കുന്ന സ്ഥാനമാണ് ഡാം പണിയാനായി അവർ തിരഞ്ഞെടുത്തത്. അന്ന് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു ഈ പ്രദേശം. പക്ഷേ തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു. അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ വിശാഖം തിരുനാളിനോട് ഒരു കരാറിൽ ഒപ്പുവയ്ക്കണമെന്ന് ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടു. അങ്ങനെ 1886 ഒക്ടോബർ 26 ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിലുള്ള മദ്രാസ് പ്രസിഡൻസിയും തിരുവിതാംകൂറും തമ്മിൽ കരാർ ഒപ്പിട്ടു. 999 വർഷത്തേക്ക് അണക്കെട്ടും 8000 ഏക്കർ സ്ഥലവും കൈകാര്യം ചെയ്യാനുള്ള അവകാശം ബ്രിട്ടീഷുകാർക്കായി. ഈ കരാർ ഒപ്പിട്ടതോടെ ഡാം പണിയാനുള്ള നടപടികൾ ആരംഭിച്ചു. അതെ, ഇന്ന് വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാം 1888 മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. കേണൽ ജോൺ പെനിക്കിക് എന്ന എഞ്ചിനീയറെയാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ നിർമ്മാണത്തിൻ്റെ ചുമതലയേൽപ്പിച്ചത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ നിർമ്മാണം തുടങ്ങിയെങ്കിലും അധികം വൈകാതെ പണി നിർത്തിവെക്കേണ്ടി വന്നു. പെരിയാറിൻ്റെ ഒഴുക്കിനെ മെരുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. 2 തവണ പെരിയാറിൻ്റെ ഒഴുക്കിൽപ്പെട്ട് ഡാം നിർമ്മാണം തടസ്സപ്പെട്ടു. കുറുകെ ഡാം പണിയുക അത്ര എളുപ്പമല്ല എന്നവർക്ക് മനസ്സിലായി. മദ്രാസ് ഗവൺമെൻറ് പദ്ധതി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എന്നാൽ എന്തൊക്കെ സംഭവിച്ചാലും മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ നിർമ്മാണവുമായി മുന്നോട്ട് പോകാൻ ഒരാൾ തീരുമാനിച്ചു. അണക്കെട്ടിൻ്റെ നിർമ്മാണ ചുമതലയുള്ള ജോൺ പെനിക്കിക്. അദ്ദേഹം ഡാമിൻ്റെ നിർമ്മാണം പുനരാരംഭിച്ചു. അക്കാലത്ത് സിമന്റ് ലഭ്യമായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇത്രയും വലിയ ഡാം നിർമ്മിച്ചു എന്നല്ലേ? ഡാമിന്റെ കരിങ്കൽ പണികൾ നടത്തിയത് ചുണ്ണാമ്പും മണലും ശർക്കരയും ചേർത്തുണ്ടാക്കിയ സുർക്കി എന്നറിയപ്പെടുന്ന ചാന്ത് ഉപയോഗിച്ചാണ്. അതെ, ഒരു നല്ല ഭൂചലനം ഉണ്ടായാൽ തകരുമെന്ന് കരുതപ്പെടുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ ഇത്രയും കാലം പിടിച്ചു നിർത്തിയത് ഈ ചാന്ത് കൂട്ടാണ്. 7 വർഷം എടുത്തു അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയാവാൻ. 1985 ഒക്ടോബർ 11 മദ്രാസ് ഗവർണറായിരുന്ന വെൻലോ പ്രഭു ഡാമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 152 അടി നീളമുള്ള ആ ഡാമിന് അന്ന് 43 ലക്ഷം രൂപ ചെലവായി. ഡാം നിർമ്മാണത്തിനോടൊപ്പം തമിഴ്നാട്ടിലേക്ക് വെള്ളമെത്തിക്കാൻ 1.5 കിലോമീറ്റർ നീളമുള്ള ഒരു മല തുരന്ന തുരങ്കവും നിർമ്മിച്ചിരുന്നു. ഈ തുരങ്കവും വെൻലോ പ്രഭുവാണ് ഉദ്ഘാടനം ചെയ്തത്. വർഷങ്ങൾ കടന്നുപോയി. അതിനിടയിൽ തിരുവിതാംകൂറിൻ്റെ അഭിപ്രായങ്ങൾ വകുക്കാതെ മദ്രാസ് സർക്കാർ പല തീരുമാനങ്ങൾ എടുത്തു. 1932 മദ്രാസ് സർക്കാർ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. മുല്ലപ്പെരിയാറിൽ നിന്നും ലഭിക്കുന്ന വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കാൻ അനുവദിക്കണം എന്നായിരുന്നു അവരുടെ ആവശ്യം. എന്നാൽ കാർഷിക ആവശ്യങ്ങൾക്ക് വിട്ടുതരുന്ന വെള്ളം അതിനു മാത്രമേ ഉപയോഗിക്കാമെന്ന് തിരുവിതാംകൂർ തർക്കിച്ചു പറഞ്ഞു. എന്നാൽ മദ്രാസ് പ്രവേശിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ജലം ഏതൊരാവശ്യത്തിനും ഉപയോഗിക്കാമെന്ന് മദ്രാസ് സർക്കാർ വാദിച്ചു. പശ്ചിമ ബംഗാൾ ഹൈക്കോടതി ജഡ്ജിയായ നളിൻ രഞ്ജൻ ചാറ്റർജിയുടെ മധ്യസ്ഥതയിൽ ഒത്തുതീർപ്പാക്കാൻ തീരുമാനിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിധി തിരുവിതാംകൂറിന് അനുകൂലമായിരുന്നു. പക്ഷേ മദ്രാസ് സർക്കാർ പെരിയാറിൻ്റെ വൈദ്യുത നിലയത്തിൻ്റെ നിർമ്മാണവുമായി മുന്നോട്ട് നീങ്ങി. 35 മെഗാവോൾട്ടിൻ്റെ 4 ജനറേറ്ററുകൾ അവർ സ്ഥാപിച്ചു. 1959 അതിൽ 3 പ്രവർത്തനം ആരംഭിച്ചു. 1965 അതിൽ 4ാമത്തെ ജനറേറ്ററും പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിൻ്റെ അനുമതിയില്ലാതെയാണ് ഇതെല്ലാം നടന്നത്. പിന്നീട് തമിഴ്നാട് മറ്റൊരു കരാറുമായി മുന്നോട്ട് വന്നു. 1970 കേരളം അതിൽ ഒപ്പുവെച്ചു. ആദ്യത്തെ കരാറിലെ വ്യവസ്ഥകളെല്ലാം നിലനിർത്തിക്കൊണ്ട് തമിഴ്നാടിന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ അനുമതി നൽകുന്നതായിരുന്നു പുതിയ കരാർ.
മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിട്ട് ഒരു നൂറ്റാണ്ടിലേറെയായി. ചുണ്ണാമ്പും വെള്ളം ശർക്കരയും ചേർത്ത സുർക്കി കൊണ്ട് പണിത ഈ അണക്കെട്ട് ഇത്രയും കാലം നിലനിന്നത് തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ്. അണക്കെട്ടിൻ്റെ രൂപകൽപ്പന അനുസരിച്ച് 152 അടി വെള്ളം വരെ ഇതിൽ സംഭരിക്കാം. എന്നാൽ ഡാമിൽ പലയിടത്തും കേടുപാടുകൾ കണ്ടെത്തിയതോടെ വിദഗ്ധ സമിതിയുടെ നിർദ്ദേശമനുസരിച്ച് ഡാമിലെ ജലനിരപ്പ് 136 അടിയായി കുറച്ചു. പക്ഷേ തമിഴ്നാട് ഇതിൽ സ്വീകാര്യമായില്ല. ജലനിരപ്പ് ഇനിയും ഉയർത്തണമെന്നായിരുന്നു അവരുടെ ആവശ്യം. ഈയിടെ ഗുരുതരമായ വിള്ളലുകൾ കണ്ടെത്തിയതോടെ മുല്ലപ്പെരിയാർ വീണ്ടും വാർത്തകൾ നിറഞ്ഞു. പുതിയ ഡാം പണിയാനുള്ള കേരളത്തിൻ്റെ ശ്രമങ്ങളെ തമിഴ്നാട് എതിർക്കുകയാണ്. ജലനിരപ്പ് 136 നിന്നും 120 അടിയാക്കണമെന്ന കേരളത്തിൻ്റെ ആവശ്യം തമിഴ്നാട് എതിർക്കുന്നു. ഒരു വലിയ ഭൂകമ്പമുണ്ടായാൽ അത് താങ്ങാനുള്ള ശേഷി മുല്ലപ്പെരിയാർ ഡാമിനില്ല. ഈ ഡാം തകർന്നാൽ ഇടുക്കി, ചെറുതോണി, ലോവർ പെരിയാർ ഡാം, ഭൂത്താൻകെട്ട് ഡാം എന്നിവയ്ക്കും കേടുപാടുകൾ സംഭവിക്കും. പിന്നീട് ഉണ്ടാവാൻ പോകുന്നത് ലോകം ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരിക്കും. ഇല്ലാ മതങ്ങൾ, ഇല്ലാ ജാതികൾ, മുല്ലപ്പെരിയാർ നിറയുമ്പോൾ. ഇല്ലാ മതങ്ങൾ, ഇല്ലാ ജാതികൾ, മുല്ലപ്പെരിയാർ നിറയുമ്പോൾ. ഒന്നേ വികാരം, കേരളമവിടെ ഒറ്റക്കെട്ടായി അണപണിയും. ഒന്നേ വികാരം, കേരളമവിടെ ഒറ്റക്കെട്ടായി അണപണിയും. കൃഷിക്കു വെള്ളം അതിനായി പകരം, മനുഷ്യക്കുരുതി നടത്താനോ. കൃഷിക്കു വെള്ളം അതിനായി പകരം, മനുഷ്യക്കുരുതി നടത്താനോ. മുഷിഞ്ഞു നാറിയ കരാറുകാട്ടി വെറുതെ നിങ്ങൾ വിരട്ടുന്നു, വെറുതെ നിങ്ങൾ വിരട്ടുന്നു. വള്ളക്കടവിൽ ഉണർന്ന വികാരം കേരളമാകെ പടരുമ്പോൾ. ഈ കേരളമാകെ പടരുമ്പോൾ ഉള്ളു ജ്വലിച്ചത് 30 ലക്ഷം ജീവന് രക്ഷ കൊടുക്കാനായി, ജീവന് രക്ഷ കൊടുക്കാനായി. പുതിയൊരു ഡാം അതു പണിയേണം, ഒരു സമവാക്യം നാം എഴുതേണം. പുതിയൊരു ഡാം അതു പണിയേണം, ഒരു സമവാക്യം നാം എഴുതേണം. തമിഴ്നാടിന് യഥേഷ്ട ജലം ഈ മലയാളിക്ക് സുരക്ഷയുമായി, മലയാളിക്ക് സുരക്ഷയുമായി. തമിഴരുമില്ല, തെലുങ്കരുമില്ല, ഒരു മലയാളിയുമില്ല ഈ മണ്ണിൽ. സ്വതന്ത്ര ഭാരത മക്കൾ സ്നേഹം പകുത്തിടേണ്ട സോദരർ നാം. പണ്ടേ മുതൽ നാം ഇന്ത്യക്കാർ, ഒന്നാണെങ്കും നാം ഇന്ത്യക്കാർ.